നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. PM ശ്രീയിൽ അയയാതെ CPI. MA ബേബിയുടെ ഇടപെടലും ഫലം കണ്ടില്ല. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് CPI അവൈലബിൾ സെക്രട്ടേറിയറ്റ്. സമവായ ചർച്ചകൾ തുടരാൻ CPM. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബു 4 ദിവസം കസ്റ്റഡിയിൽ. കോടതി ഉത്തരവ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ദേവസ്വം ഭരണസമിതിയുടെ പങ്കിലും അന്വേഷണം. കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ തീരുമാനം. ഒറ്റക്കെട്ടായി പോകാൻ നേതാക്കൾക്ക് നിർദ്ദേശം. ജനറൽ സെക്രട്ടറിമാരുടെ നിയമനത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വിമർശനം. മൊൻത ചുഴലിക്കാറ്റ് ആന്ധ്ര തീരത്തേക്ക് അടുക്കുന്നു. കടലാക്രമണം രൂക്ഷം. തീരദേശ മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. വിമാന സർവീസുകളിലും മാറ്റം. ബീഹാറിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകും. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകും. IT പാർക്കും കാർഷിക ക്ഷീര വ്യവസായങ്ങളും പ്രകടന പത്രികയിൽ. Chief Minister's Gold Cup goes to the overall champions, Thiruvananthapuram. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി തിരുവനന്തപുരം. ഓവറോൾ കിരീടം 1825 പോയിന്റുമായി. അത്ലറ്റിക്സ് കിരീടം മലപ്പുറത്തിന്. അടുത്ത മേള കണ്ണൂരിൽ. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല എന്ന് വ്യക്തമായതോടെ നീക്കങ്ങൾ വീണ്ടും സജീവമാക്കി CPM. ജനറൽ സെക്രട്ടറി MA ബേബി ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചിട്ടും അനുനയമുണ്ടായില്ല. നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണ്ട എന്ന് CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. അൻഫ്ലിറ്റ് ഡിസൂസെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അൻഫ്ലിറ്റ്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നേരിട്ടെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി സംസാരിച്ചിട്ടും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് CPI എടുക്കുന്നത്. നാളെ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ വിട്ടുനിൽക്കുന്നത് തീർച്ചയായും ഭരണപരമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഒപ്പം മുന്നണിക്കുള്ളിലും ആ പ്രതിസന്ധി കൂടുതൽ ഉടലെടുക്കുകയല്ലേ ചെയ്യുക? വിശദാംശങ്ങൾ. അതെ, അത് തന്നെയാണ് അഖില. വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി മുന്നണി നേരിടാനായി പോകുന്നു. ആ ഒരു സമയം അതിലേക്കാണ് പോകുന്നത്. കാരണം നാളെ മന്ത്രിസഭാ യോഗത്തിൽ 4 CPIയിലെ 4 മന്ത്രിമാർ വിട്ടു നിന്നില്ല എങ്കിൽ ഇതുവരെയുള്ളൊരു ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ പോലും നമുക്ക് നൽകാൻ കഴിയുന്നത് CPI മന്ത്രിമാർ പങ്കെടുക്കുകയില്ല. പക്ഷെ അവരിപ്പോഴും അത് ഔദ്യോഗികമായി ഒരു ഡിക്ലെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഔദ്യോഗികമായി അതൊരു തീരുമാനം മാധ്യമങ്ങൾ മുന്നിൽ പറയാനോ അവർക്കിപ്പോഴും തയ്യാറല്ല. പക്ഷേ അവൈലബിൾ സെക്രട്ടേറിയറ്റ് രാവിലെ ചേർന്നിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നത്. ആ സെക്രട്ടേറിയറ്റിൽ ഓൺലൈനായി ചേർന്നതിൽ ഇനി എന്തായാലും നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ഏറെക്കുറെ തീരുമാനമെടുത്തു കഴിഞ്ഞു. പക്ഷേ മാധ്യമങ്ങൾ ഇക്കാര്യം ബിനോയ് വിശ്വത്തോട് പ്രതികരണം തേടി MN സ്മാരകത്തിൽ പോയപ്പോഴും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. കാരണം അപ്പോഴും നാളെ രാവിലെയാണ് മന്ത്രിസഭാ യോഗം സാധാരണഗതിയിൽ ചേരുന്നത്, എല്ലാ ദിവസവും ബുധനാഴ്ച രാവിലെ. പക്ഷേ അത് വൈകിട്ട് 3:30 മാറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ മന്ത്രിമാർക്ക്, അതായത് CPIക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു സമയം കൂടി കൊടുക്കുന്നതാകാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമ്മെ അറിയിച്ചിരിക്കുന്നത് ഇന്ന് കൊച്ചിയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടന്ന ചർച്ച നടന്നില്ലായിരുന്നു. മില്ലുടമകൾ എത്താത്തത് കൊണ്ട് അത് രാവിലെ തിരുവനന്തപുരത്ത് നടക്കുന്നു. ആ കാരണം കൊണ്ട് മാത്രമാണ് മന്ത്രിസഭാ യോഗം വൈകിട്ടത്തേക്ക് മാറ്റിയെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. പക്ഷേ അതിപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ക്യാബിനറ്റിൽ രാവിലെ ചേർക്കുകയാണ്. രാവിലെ 9 മണിക്കോ 10 മണിക്കോ ചേരുന്നതിനേക്കാൾ കുറച്ച് കൂടുതലൊരു സമയം ലഭിക്കുന്നത് 3:30. അല്ല, അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സമയമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു അനുനയ നീക്കമോ ചർച്ചകളോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഫലം കാണുമെന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. അത് CPIയും ആ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു രീതിയിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് മുന്നണിയിൽ ഒരു വിള്ളലോ വിഘാതമോ ഉണ്ടാക്കി പിണങ്ങി മാറി നിൽക്കുന്നതിനോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാനോ ഒന്നും തന്നെ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ നയം അവർ മുന്നോട്ട് വെക്കുന്ന നയം, അതിൽ നിന്ന് ഒരു അടി പോലും പിന്നോട്ട് പോകാൻ അവർ തയ്യാറുമല്ല. CPM പ്രധാനമായും മുന്നോട്ട് പറയുന്നത് ഈ MOU ഒപ്പിട്ട് കഴിഞ്ഞ സ്ഥിതിക്ക്, അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും ബിനോയ് വിശ്വത്തോട് മുഖ്യമന്ത്രി പറയുന്നത് ഒപ്പിട്ട് പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാകുമെന്നൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ആ MOU ഒപ്പിട്ട് പോയത് അത് തന്നെയാണ്. ആ ഒരു തീരുമാനത്തിൽ കൃത്യമായി കേന്ദ്രത്തെ അറിയിക്കുക. അതായത് ഈ പറയുന്ന ഉപാധികളൊന്നും തന്നെ അംഗീകരിക്കുന്നില്ല CPI. കാരണം പിന്നീടുള്ള കരിക്കുലമോ ഒക്കെ തന്നെയും കേന്ദ്രത്തിൻ്റെ രീതിയിലുള്ള കരിക്കുലമായിരിക്കില്ല, അതൊക്കെ സംസ്ഥാനം സ്വന്തമായി തന്നെ തീരുമാനിക്കുമെന്ന് എത്ര പല ആവർത്തി. ഇന്നിപ്പോൾ
വിദ്യാഭ്യാസ മന്ത്രി ശാമനിൽ ആർട്ടിക്കിളിലൊക്കെ അദ്ദേഹം എഴുതിയതൊക്കെ തന്നെയാണ് സംസ്ഥാനത്തെ കരിക്കുലം സംസ്ഥാനം തീരുമാനിക്കുമെന്നാണ്, സ്വതന്ത്ര അവകാശമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിലൊന്നും CPI വില്ലിംഗ് അല്ല. CPI പറയുന്ന ഒരൊറ്റ കാര്യമാണ്, ഈ ഉപാധികൾ ഫണ്ട് വാങ്ങും ഒപ്പിട്ടു, പക്ഷേ ഉപാധികളൊന്നും തന്നെ അംഗീകരിക്കില്ല എന്ന് വളരെ വ്യക്തമായി കേന്ദ്രത്തിന് മറുപടി നൽകണം. ആ മറുപടി കേന്ദ്രത്തിന് നൽകിയെന്ന് CPIക്ക് ബോധ്യപ്പെടുകയും വേണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ CPI ഒരു അനുനയത്തിന് തയ്യാറാവുകയുള്ളൂ എന്ന് കൃത്യമായി ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ അതിലേക്ക് ഒരിക്കലും വില്ലിങ്ങല്ല. അതിലേക്കുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അതിലേക്കുള്ള നീക്കമോ ചർച്ചകളോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഫലവത്താവുകയാണെങ്കിൽ മാത്രം CPI മന്ത്രിമാർ നാളെ യോഗത്തിൽ പങ്കെടുക്കുമായിരിക്കും. പക്ഷേ അതിനോടുള്ള ഒരു സമയമാണ് ഈ പറയുന്ന രാവിലത്തെ മന്ത്രിസഭാ യോഗം ഒരുപക്ഷെ വൈകിട്ടേക്ക് മാറ്റിവെക്കുന്നതിന് പിന്നിലെ ഒരു കാരണമായി നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. അതിനപ്പുറത്തേക്ക് നാളെ മന്ത്രിമാർ പങ്കെടുക്കില്ല എങ്കിൽ പിന്നൊരു ചോദ്യം വരുന്നത്, നാളെ വരുന്ന ക്യാബിനറ്റിൽ ഒരുപക്ഷെ PMCയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അജണ്ടയിൽ ഉണ്ടാകുമോ എന്നാണ്. ഇതുവരെയും നാളത്തെ ക്യാബിനറ്റിൻ്റെ അജണ്ടയിൽ അതുണ്ടോ ഇല്ലയോ എന്നൊന്നും CMന്റെ ഓഫീസോ അല്ലെങ്കിൽ കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് അജണ്ടയിലുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സങ്കീർണതകളിലേക്ക് മാറും. കാരണം CPI 4 മന്ത്രിമാർ ഇങ്ങനെ വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ അത് അജണ്ടയുമായി മുന്നോട്ട് പോവുകയോ അതിന് തുടർ നടപടികൾ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അത് തുടർ നടപടി ക്യാബിനറ്റിൽ ഏതെങ്കിലും രീതിയിൽ അതിനൊരു തീരുമാനമോ അല്ലെങ്കിൽ ചർച്ചയുണ്ടായാൽ പോലും അതൊക്കെ വീണ്ടും CPIയും CPMനും തമ്മിലുള്ള ആ ഒരു ഏതെങ്കിലും രീതിയിലുള്ള തുടർന്നുള്ള സമവായ ചർച്ചകളെ പൂർണ്ണമായും നടക്കുന്നതാണ് എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എന്തായാലും നാളത്തെ മന്ത്രിസഭാ യോഗം തീരുന്നതുവരെയും CPIയും തമ്മിലുള്ള തുടർ നീക്കങ്ങൾ നടപടികൾ എന്താകുമെന്നുള്ള ആകാംക്ഷയ്ക്ക് ഇപ്പോഴും വിരാമമായിട്ടില്ല. അതേസമയം അടിയന്തര രീതിയിൽ ജനറൽ സെക്രട്ടറി MA ബേബി വിളിച്ചിട്ട് പോലും സംസാരിച്ചിട്ട് പോലും ഒന്നും നീക്കമുണ്ടായില്ല. പക്ഷേ അതുപോലുള്ള ചർച്ചകളുടെ സാധ്യതകൾ ഇപ്പോഴുമുണ്ട്. ക്യാബിനറ്റ് തുടങ്ങുന്നത് വരെയും അത്തരം ചർച്ചകളുടെ സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് CPIയുടെയും CPMന്റെയും നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അൻഫിൽറ്റ് പറഞ്ഞതുപോലെ ഒരു ആകാംക്ഷ ഏതായാലും നാളത്തെ മന്ത്രിസഭാ യോഗം തുടങ്ങുന്നത് വരെ ഉണ്ടാകും. ആ ആകാംക്ഷ എങ്ങനെയാണ് ഇനി അതുവരെ എങ്ങനെയാണ് പോവുക എന്നുള്ളതാണ് പ്രധാനമായും ഉള്ളത്. ഈ മന്ത്രിമാരുടെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. PM ശ്രീ തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്നാണ് CPI മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. ഇടത് നയമാണ് രണ്ട് പാർട്ടികളും ഉയർത്തിപ്പിടിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും പാർട്ടി സെക്രട്ടറി നിലപാട് പറയുമെന്നായിരുന്നു മന്ത്രി GR അനിൽ പറഞ്ഞത്. CPI ഭിന്നത ഭരണതലത്തിൽ ഇല്ലല്ലോ എന്ന മറുപടിയാണ് മന്ത്രി P പ്രസാദ് നൽകിയത്. തർക്കമുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ചർച്ചയിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ലല്ലോ എന്നും P പ്രസാദ് ചോദിച്ചു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പം ഇതൊക്കെ കൂടത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ ഗൗരവമുള്ള കാര്യം ചോദിക്കാണ്ട് പറയും ഇതിന്റെ കുഴപ്പമുണ്ടാവുന്നതല്ല, എൻ്റെ കുഴപ്പമൊന്നുമല്ല. അപ്പോൾ അതിനകത്ത് സർവകലാശാല അധികൃതരുമായി ഞാൻ അക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. PM ശ്രീ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറല്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ചർച്ച ചെയ്ത് പരിഹരിക്കും. നിലവിൽ തന്റെ തലത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുമോ എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നും ശിവൻകുട്ടി പറഞ്ഞു. അവർ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നിലവാരത്തിലല്ല ഇനിയിപ്പോൾ അത് ചർച്ചയെന്ന് പറഞ്ഞു. CPIക്ക് പരോക്ഷ മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ അധികാരത്തിലുള്ളതുകൊണ്ട് CPIM മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ജനങ്ങൾക്ക് ആശ്വാസമാകാൻ കഴിയും. സർക്കാരിന് പരിമിതിയുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അതാണ് പരിമിതി, അതാണ് ഗവൺമെൻറ്റിൻ്റെ പരിമിതി. എന്നാൽ ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാവും, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാനാവും. അതാണ് സവിശേഷമായ ഇന്നത്തെ പരിതസ്ഥിതിയിലുള്ള നമുക്ക് ചെയ്യാനാവുന്ന ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് പരിമിതിയുണ്ട്, മറുഭാഗത്ത് അവസരമുണ്ട്. അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക, പരിമിതി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് 57 VMSൻ്റെ ഗവൺമെൻറ് ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോക ചരിത്രത്തിലാദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ EMS പറഞ്ഞത്.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രകടന പത്രിക പുറത്തിറക്കി മഹാഗഡ്ബന്ധൻ. തേജസ്വി യാദവ് പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ പവൻ ഖേരയും മുകേഷ് സഹാനിയും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലും ഒരാൾക്ക് സർക്കാർ ജോലി നൽകുന്നതിനുള്ള നിയമം പാസാക്കുന്നതാണ് പ്രധാന വാഗ്ദാനം. മൈ ബഹൻ മാൻ യോജന പ്രകാരം സ്ത്രീകൾക്ക് ഡിസംബർ 1 മുതൽ പ്രതിമാസം 2500 രൂപ നൽകുമെന്നും എല്ലാ കുടുംബങ്ങൾക്കും 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുമെന്നും പത്രികയിൽ പറയുന്നു. RJD സർക്കാർ അധികാരത്തിലെത്തുന്നതോടെ പുതിയ ബീഹാറിനാകും ജനങ്ങൾ സാക്ഷിയാവുക എന്നും പ്രകടന പത്രിക വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. और हम आपको क्या कि जाने, जिस परिवार के पास सरकारी नौकरी नहीं है उस परिवार में एक सरकारी नौकरी हम लोग मिलकर के देंगे. ये होने वाला है, इसमें किसी को असमंजस की स्थिति नहीं रखनी चाहिए. बिहार की जनता जो है भरोसा करते हैं और विश्वास करते हैं, तो हमको लगता है कि इसमें कई चीजें हैं. मुख्य बिंदु जो है, मुख्य 25 बिंदु हैं. उसके बाद अलग अलग जो सेक्टर की चीजें हैं वो भी इसमें सम्मिलित जो है किया गया है. हमको लगता है एक बार आप लोग इसका अध्ययन कीजिए. बहुत ही इम्प्लीमेंट किया जा सकता है. जो प्रैक्टिकल है वही इन सब चीजों को हम लोगों ने घोषणा की है. हम लोगों का प्रण पत्र കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിലുള്ള വോട്ടർ പട്ടികയ്ക്ക് പകരം 2002-2004 ഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തീവ്ര പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പ്രത്യേക തീവ്ര പുനഃപരിശോധന അസാധ്യമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചിട്ടും SIR ഉടനടി നടപ്പാക്കിയേ തീരൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണ് SIR എന്ന ആശങ്ക കൂടുതൽ ശക്തമാവുകയാണ്. തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കാനുള്ള നീക്കമാണ് SIRലൂടെ കേന്ദ്ര ഭരണാധികാരികൾ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് കമ്മീഷൻ പിന്തിരിയണം. രണ്ടാം ഘട്ട SIR പ്രക്രിയയ്ക്കെതിരെ ജനാധിപത്യം സംരക്ഷിക്കാൻ താൽപര്യപ്പെടുന്ന എല്ലാവരും യോജിച്ച് പ്രതികരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പ്രഖ്യാപിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ സംസ്ഥാനത്ത് SIR നടപ്പാക്കരുതെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാതിരുന്നത് ദൗർഭാഗ്യകരമാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള BJPയുടെ തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. SIR ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് സാഡിസ്റ്റ് മനോഭാവമാണെന്നും അദ്ദേഹം ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞതിനാൽ ഇത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അസമിലും മഹാരാഷ്ട്രയിലും പ്രഖ്യാപിക്കാതെ കേരളത്തിൽ പ്രഖ്യാപിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം പ്രത്യേകമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇപ്പോൾ ഇത് അടിച്ചേൽപ്പിച്ചത് ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്, ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. ഇതിനെയെങ്കിലും തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇപ്പം 2002 ഇത് മടക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ 23 വർഷത്തിൻ്റെ പുറകിലേക്ക് എത്ര പ്രാവശ്യം വോട്ട് ചെയ്തവരുണ്ട്? വയനാടുകാർ 9 പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലാത്ത കേരളീയർ 7 പ്രാവശ്യം വോട്ട് ചെയ്തവരില്ലേ? അവരെ വീണ്ടും ഈ വലിയ പാനപാത്രത്തിലേക്ക് അവരെ പാനപാത്രം കുടിപ്പിക്കുക എന്നുള്ള ഈ അദ്ദേഹം പറഞ്ഞ സാഡിസ്റ്റ് മനോഭാവമാണ്. ഇലക്ഷൻ കമ്മീഷൻ പ്രകടിപ്പിക്കുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്ന് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ LDFും UDFും സംയുക്തമായി പ്രമേയം പാസാക്കി. കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ ശക്തമായി എതിർത്തു. കോൺഗ്രസ് സ്ഥിരമായി കൃത്രിമത്വം കാട്ടുന്നവരാണ്. കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ, പരിഷ്കരിക്കാൻ, ശരിയായ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയ്ക്ക് ഏറ്റവും ആവശ്യമാണ്. അതിനുള്ള ഒന്നാന്തരം അവസരം കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഞങ്ങളിത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരിക്കണം, SIR നടപ്പാക്കണം, നീതിയുക്തമായ തെരഞ്ഞെടുപ്പിന് ഇത് ആവശ്യമാണ്
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ നടപടി കേരളത്തിലും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള അവസരം ആയി വന്നിരിക്കുകയാണ്. ഇനിയെങ്കിലും തങ്ങളുടെ തെറ്റായ പ്രചാരവേലയിൽ നിന്ന് മാറി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സഹകരിക്കാനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം നവംബർ 1 തുടങ്ങാൻ KPCCക്ക് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. തർക്കങ്ങൾ ഒഴിവാക്കി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് കേരള ഘടകത്തോട് AICC ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. സംസ്ഥാന നേതൃത്വം അവതരിപ്പിച്ച KPCCയുടെ പ്രചാരണ പദ്ധതിക്ക് ഭേദഗതികളോടെ ഹൈക്കമാൻഡ് അംഗീകാരം നൽകുകയും ചെയ്തു. We are meeting all the leaders, discussing, and we are taking feedback about local authority elections and also assembly elections. And after that, again, we will meet general leaders, and after that, feedback what is to be done. And their suggestion is very important, and that's why this meeting is taken. 100% we are going to win. Take it from me. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് റാന്നി കോടതി കസ്റ്റഡി അനുവദിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം നൽകിയ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് 4 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. അടച്ചിട്ട കോടതി മുറിയിലാണ് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് RC അരുൺകുമാർ കസ്റ്റഡി അപേക്ഷയുടെ വാദം കേട്ടത്. മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നും ഇരുവരും തമ്മിൽ പണമിടപാട് നടന്നിട്ടുണ്ടോ, ഗൂഢാലോചന നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. 2019 ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കവർച്ചയിൽ 2ാം പ്രതിയും ശ്രീകോവിലിലെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ 6ാം പ്രതിയുമാണ്. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പൊറ്റിയെയും ചോദ്യം ചെയ്യലിനു ശേഷം ശബരിമലയിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. ഇതിനിടെ കേസിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം 30-ന് അവസാനിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. TP ചന്ദ്രശേഖരൻ വധക്കേസ് കുറ്റവാളികളെ രക്ഷിക്കാൻ വീണ്ടും സർക്കാർ നീക്കം. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നമുണ്ടാകുമോ എന്ന് ചോദിച്ച് ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്ത് നൽകി. ജയിൽ ആസ്ഥാനത്ത് നിന്നാണ് കത്ത് നൽകിയിരിക്കുന്നത്. കത്തിൽ പരോളെന്നോ വിട്ടയക്കലെന്നോ വ്യക്തമാക്കാതെ വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് സർക്കാർ വീണ്ടും TP വധക്കേസ് പ്രതികൾക്കായി കത്ത് നൽകിയിരിക്കുന്നത്. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ജയിൽ ആസ്ഥാനത്ത് നിന്നാണ് കത്തയച്ചിരിക്കുന്നത്. കത്തിൽ പരോൾ എന്നോ വിട്ടയക്കൽ എന്നോ വ്യക്തമാക്കിയിട്ടില്ല. പകരം വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. TP കേസിലെ പ്രതികൾക്ക് എവിടെയായാലും ആനുകൂല്യം കിട്ടുന്നുണ്ടെന്നും സർക്കാരും പാർട്ടിക്കാരും പ്രതികൾക്കൊപ്പം ഉണ്ടെന്ന് കാണിക്കാനുള്ള നീക്കമാണിതെന്നും KK രമ MLA പറഞ്ഞു. ഇപ്പൊ ഇത്തരത്തിലൊരു കത്ത് ജയിൽ വകുപ്പ് മേധാവികൾക്ക് അയക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങൾ അറിയേണ്ടത് ജയിൽ വകുപ്പ് മേധാവികളല്ലല്ലോ, അത് പോലീസ് ആസ്ഥാനത്താണല്ലോ അറിയേണ്ടത്. പോലീസുകാരാണല്ലോ ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതും അത് റിപ്പോർട്ട് ചെയ്യേണ്ടതും. അപ്പൊ പരോള് പോലും കൊടുക്കുമ്പോൾ പോലീസുകാരോട്, ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലെ പോലീസുകാരോട് അന്വേഷിച്ച് അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് അറിഞ്ഞിട്ടാണ് ഏതൊരു പ്രതിക്കും പരോള് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ നിലനിൽക്കെ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് വളരെ വ്യക്തമാണ്. സർക്കാരിന്റെ കാലാവധി 6 മാസം ഇരിക്കെ ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഇതെങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഈ സർക്കാരുണ്ട്, ഈ പാർട്ടിയുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ശ്രമം നടത്തുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ ഇതിനകത്ത് ഉദ്ദേശമുള്ളൂ. TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, S സിജിത്ത് എന്നിവരെ വിട്ടയക്കാൻ നേരത്തെ സർക്കാർ ശ്രമം നടത്തിയിരുന്നു. ഇത് വിവാദമായതിനെ തുടർന്നാണ് ഉപേക്ഷിച്ചത്. ഇവരെ വിട്ടയച്ചാലുണ്ടാകുന്ന സുരക്ഷാ പ്രശ്നം വിലയിരുത്തേണ്ടത് പോലീസാണ്. ഇക്കാര്യത്തിൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് പങ്കില്ല. പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് മാത്രം കത്തയക്കാതെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചത് എന്തിനെന്ന കാര്യം വ്യക്തമല്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. TP കേസ് പ്രതികളുടെ മോചന വിഷയത്തിൽ സർക്കാരിന്റേത് നിയമവിരുദ്ധ നീക്കമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഈ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പ്രത്യേക കോടതി പറഞ്ഞിട്ടുണ്ട്, ഈ ജീവപര്യന്തം എന്ന് പറയുന്നത്
അവർ പൂർണ്ണമായിട്ടും അനുഭവിക്കുക തന്നെ വേണം. അതിനിടയിൽ ഒരു ശിക്ഷാ ഇളവും പാടില്ല. ഇതൊരു കോൾഡ് ബ്ലഡഡ് ബ്രൂട്ടൽ നരഹത്യയാണ്, പ്ലാൻഡ് നരഹത്യയാണ്, ആസൂത്രിത കൊലപാതകമാണ്. ഗൂഢാലോചനയിൽ പോലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകാൻ പാടില്ല എന്ന വിചാരണ കോടതിയുടെ വിധി നിലനിൽക്കുകയാണ്. നിയമവിരുദ്ധമായിട്ട് ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യിച്ച കൊലപാതകമാണ്. പ്രതികൾ വാടക കൊലയാളികളാണ്. അവരെ സംരക്ഷിക്കാൻ പാർട്ടി എല്ലാ നിയമവിരുദ്ധ നടപടികളും സ്വീകരിക്കുകയാണ്. അതിനെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായിട്ട് നേരിടുക തന്നെ ചെയ്യും. CPM-ന്റെ ഗവൺമെന്റിന്റെ അതിതീവ്ര ചുഴലിക്കാറ്റായി ശക്തിയാർജിച്ച മൊന്ത ചുഴലിക്കാറ്റ് ആന്ധ്ര തീരത്തേക്ക് അടുക്കുന്നു. നിലവിൽ തീരത്ത് നിന്ന് 70 കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റുള്ളത്. മച്ചിലപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിലായിരിക്കും ചുഴലി തീരം തൊടുകയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ആന്ധ്ര തീരത്ത് ശക്തമായ കടൽക്ഷോഭമാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. സൗത്ത് സെൻട്രൽ റെയിൽവേ പാസഞ്ചർ ട്രെയിനുകളും എക്സ്പ്രസ് ട്രെയിനുകളും റദ്ദാക്കിയ പട്ടികയിലുണ്ട്. ആന്ധ്രയിലെ വിജയവാഡ, രാജമണ്ഡ്രി, കാക്കിനഡ, വിശാഖപട്ടണം, ഭീമാവരം വഴിയുള്ള ട്രെയിനുകളാണ് പ്രധാനമായും റദ്ദാക്കിയത്. ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും മഴ ശക്തമായിട്ടുണ്ട്. ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലും ബംഗാളിലും ശക്തമായ മഴയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. വിമാന സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും പരക്കെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇടിമിന്നലോടുകൂടിയ മഴയുടെ സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണം. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. നദികൾ മുറിച്ചു കടക്കാനോ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയിൽ ഇറങ്ങാനോ പാടില്ല. അതേസമയം സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി മഴ തുടരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശക്തമായ മഴയിൽ പത്തനംതിട്ട പ്രക്കാനത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ വല്യവട്ടം കാളിഘട്ട് റോഡിന്റെ 24 അടിയോളം ഉയരമുള്ള കരിങ്കൽ സംരക്ഷണ ഭിത്തിയാണ് വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. വീട്ടുടമ രമണിയും ഭർത്താവിന്റെ അമ്മയും മാത്രമാണ് ഇവിടെ താമസം. അപകട സമയത്ത് ഭർത്താവിന്റെ അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മഴ തുടർന്നാൽ ഭിത്തിയുടെ ബാക്കി ഭാഗവും ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയിലാണ് രമണിയും ഭർത്തൃമാതാവും. ഇടുക്കിയിൽ ശക്തമായ കാറ്റിൽ മരം വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. ശാന്തൻപാറ പേത്തൊട്ടിയിലാണ് സംഭവം. ശാന്തൻപാറ ടാങ്കുമേട് സ്വദേശിനി സുനിതയാണ് മരിച്ചത്. തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ശക്തമായ കാറ്റിൽ മരം ദേഹത്ത് വീഴുകയായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ഇടുക്കി അടിമാലിക്ക് പിന്നാലെ പള്ളിവാസലിലും മണ്ണിടിഞ്ഞു. പള്ളിവാസൽ മൂലക്കടയിലാണ് ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴത്തേക്ക് പതിച്ചത്. ഇന്നലെ രാത്രി 10:30 സംഭവം. ഇതുവഴിയുള്ള രാത്രികാല യാത്ര നിരോധിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. പ്രദേശത്ത് മഴ തുടരുന്നുണ്ട്. കൂടുതൽ മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഇടുക്കി മൂലമറ്റം പവർ ഹൗസ് 1 മാസത്തേക്ക് പ്രവർത്തനം നിർത്തുന്നു. നവംബർ 11 മുതൽ ഡിസംബർ 10 വരെയാണ് വൈദ്യുതോൽപാദനം പൂർണ്ണമായും നിർത്തുക. മൂലമറ്റം പവർ ഹൗസിന്റെ പ്രവർത്തനം നിർത്തുന്നതോടെ സംസ്ഥാനത്ത് പീക്ക് സമയത്ത് 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകും. വൈദ്യുതി നിലയത്തിലെ ബട്ടർഫ്ലൈ വാൽവിനുള്ള ചോർച്ച പരിഹരിക്കാനും പ്രധാന 2 ഇൻലെറ്റ് വാൽവുകളുടെ അറ്റകുറ്റപ്പണികൾക്കുമായാണ് നിലയം അടച്ചിടുന്നത്. എന്നാൽ സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് KSEBയുടെ വിശദീകരണം. വൈദ്യുതി പ്രതിസന്ധിക്ക് ആക്ച്വലി ഏകദേശം നമ്മൾ നവംബർ ഡിസംബറിൽ ഏകദേശം ഒരു 600 മെഗാവാട്ട് മാത്രമേ ഈ സ്റ്റേഷനിൽ നിന്ന് പീക്ക് ടൈമിൽ എടുക്കുന്നുള്ളൂ. പീക്ക് ടൈമിൽ മാത്രമേ ആ ഒരു റിക്വയർമെൻറ്റ് വരുന്നുള്ളൂ. പകൽ സമയത്ത് ഈ റിക്വയർമെൻ്റ് ഇല്ല. അപ്പം ഇതിനുള്ള പവർ ഓൾമോസ്റ്റ് എല്ലാ പവറും തന്നെ നമ്മൾ സ്വാപ്പ് അറേഞ്ച്മെൻറ്റും കുറച്ച് നമ്മൾ ഡീപ്പ് അറേഞ്ച്മെൻറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മോണിറ്ററി ആയിട്ട് ഉള്ള ഒരു ലയബിലിറ്റി ഒന്നും അവിടെ വരുന്നില്ല.
ജൂലൈയിൽ അധികമായി ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി പഞ്ചാബ്, മധ്യപ്രദേശ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിരുന്നു. ഇത് നവംബറിൽ 5% അധിക വൈദ്യുതി സഹിതം തിരിച്ചു കിട്ടുമെന്നും KSEB അധികൃതർ വ്യക്തമാക്കി. ജൂലൈയിൽ അറ്റകുറ്റപ്പണി നടത്താൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും കനത്ത മഴ വന്നതോടെ മാറ്റിവെക്കുകയായിരുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കി തൊടുപുഴ ചീനിക്കുഴിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് മകനെയും മകന്റെ ഭാര്യയെയും 2 കൊച്ചുമക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് തൊടുപുഴ 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി. 2022 മാർച്ചിലാണ് ചീനിക്കുഴി സ്വദേശി ഹമീദ്, മകൻ അബ്ദുൽ ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ മെഹർ, അഫ്സാന എന്നിവരെ വീടിന് തീയിട്ട് കൊലപ്പെടുത്തിയത്. സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം. പൊതുസമൂഹത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ചതാണ് കേസെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ശ്വാസമുട്ടലും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെന്ന് പ്രതി ഹമീദ് കോടതിയെ ബോധിപ്പിച്ചു. ഈ മാസം 30-ന് കോടതി ശിക്ഷ വിധിക്കും. കഴിഞ്ഞ ദിവസം ഇടുക്കി നെടുങ്കണ്ടത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയ ഒരു ട്രാവലർ ആരും മറന്നുകാണില്ല. ഇതോടുകൂടി ഉപജീവനം ഇല്ലാതായത് ഈ ട്രാവലറിനെ മാത്രം ആശ്രയിച്ചിരുന്ന 3 കുടുംബങ്ങൾക്കാണ്. ഇവർക്ക് അതിജീവനത്തിന്റെ പാതയൊരുക്കി നൽകുകയാണ് 3 സുഹൃത്തുക്കൾ. ഇടുക്കി നെടുങ്കണ്ടം മേഖലയിലുണ്ടായ പ്രളയസമാനമായ മലവെള്ളപ്പാച്ചിലിന്റെ ഭീകരാവസ്ഥ നാടറിഞ്ഞത് ഈ ദൃശ്യങ്ങളിലൂടെയാണ്. പ്രളയജലം ഒഴുക്കിക്കൊണ്ടുപോയത് 3 കുടുംബങ്ങളുടെ ജീവിതമായിരുന്നു. തകർന്ന സ്വപ്നത്തിന്റെ ബാക്കിപത്രമായി പിന്നീട് ആകെ നശിച്ച നിലയിൽ മിനി ബസ് കണ്ടെത്തി. 15 ലക്ഷം രൂപ വിലയുള്ള വിനായക എന്ന ട്രാവലറാണ് ഒഴുക്കിൽപ്പെട്ടത്. വായ്പയെടുത്തു വാങ്ങിയ വാഹനത്തിന് ഇനിയും 5 ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കാനുണ്ട്. ഉടമയായ കേളംതറയിൽ റിജിക്കൊപ്പം ഡ്രൈവർമാരായ സന്തോഷിനും അപ്പുവിനും കൂടിയാണ് ഉപജീവനം ഇല്ലാതായത്. മാധ്യമ വാർത്തകളിലൂടെ സംഭവമറിഞ്ഞ സുഹൃത്തുക്കൾ ഇവരെ സഹായിക്കാനെത്തി. ബാംഗ്ലൂരിൽ IT കമ്പനി ജീവനക്കാരായ സുബിൻ, അഞ്ജലി എന്നീ സുഹൃത്തുക്കളും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു സുഹൃത്തും ചേർന്ന് ഇവർക്ക് പുതിയ ട്രാവലർ സമ്മാനിച്ചു. ഒരു ന്യൂസിൽ ഇങ്ങനെ വാർത്ത കണ്ടിട്ടാണ് അവരെ അറിയുന്നത്. ശരിക്കും ഞാൻ ആരെ വിളിച്ച് പറഞ്ഞൊന്നുമില്ല. കാരണം ഇങ്ങനൊരു നടന്നപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു ഞാൻ. അപ്പോൾ അവർ ന്യൂസിൽ കണ്ടിട്ടാണ് എൻ്റെ വാഹനമാണ് അവർ തിരിച്ചറിയുകയും അവരെന്നെ സഹായിക്കാനായി മുന്നോട്ട് വരികയും ചെയ്തു. ഒഴുകിപ്പോയ വാഹനം ആറ്റിൽ നിന്ന് കരയ്ക്കെത്തിച്ചപ്പോൾ ജീവിതം അവസാനിച്ചതായി തോന്നിയെന്ന് ഡ്രൈവർ സന്തോഷ് പറയുന്നു. എങ്കിലും പുതിയ പ്രതീക്ഷയുടെ സന്തോഷത്തിലാണിവർ. പുതിയൊരു തുടക്കം ഞങ്ങൾക്ക് നല്ലൊരു തുടക്കമായിട്ട് വരേണ്ട, അത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ചാനലുകാരും അതെല്ലാം ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് തന്നു. ഇവരെ കൈപിടിച്ചുയർത്താൻ നാട്ടുകാർ ഒപ്പമുണ്ടാകണമെന്ന അഭ്യർത്ഥന മാത്രമാണ് വാഹനം നൽകിയവർക്കുള്ളത്. അടുത്ത ദിവസം മുതൽ വിനായക ട്രാവൽസ് വീണ്ടും സർവീസ് തുടങ്ങുകയാണ്. അതിജീവനത്തിന്റെ യാത്ര. അമൃത ന്യൂസ്, ഇടുക്കി. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തിന്. 1825 പോയിന്റോടെയാണ് തിരുവനന്തപുരം ഓവറോൾ കിരീടം സ്വന്തമാക്കിയത്. അത്ലറ്റിക്സിൽ മലപ്പുറം കിരീടം നിലനിർത്തി. സ്കൂളിൽ മലപ്പുറത്തിന്റെ ഐഡിയൽ കടകശ്ശേരി തുടർച്ചയായ 4ാം തവണയും ചാമ്പ്യന്മാരായി. ഒളിമ്പിക്സ് മാതൃകയിലുള്ള 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ആതിഥേയരായ തിരുവനന്തപുരത്തിന്. തുടക്കം മുതലുണ്ടായിരുന്ന ആധിപത്യം അവസാന ദിനം വരെ തിരുവനന്തപുരം തുടരുകയായിരുന്നു. ഗെയിംസ് മത്സരങ്ങളിലെ മികവാണ് തിരുവനന്തപുരത്തിന് കിരീടം നേടിക്കൊടുത്തത്. 2ാം സ്ഥാനത്ത് തൃശൂരും 3ാം സ്ഥാനത്ത് കണ്ണൂരുമാണ്. മലപ്പുറവും പാലക്കാടും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ അത്ലറ്റിക്സ് മത്സരത്തിന്റെ അവസാനം 4x100 മീറ്റർ റിലേയിലെ ആധിപത്യമാണ് മലപ്പുറത്തിനെ ജേതാക്കളാക്കിയത്. 1 മീറ്റർ റെക്കോർഡടക്കം 3 സ്വർണ്ണമാണ് റിലേയിൽ മലപ്പുറം നേടിയത്. മലപ്പുറം 247 പോയിന്റും പാലക്കാട് 212 പോയിന്റുമാണ് നേടിയത്. സ്കൂളുകളിൽ തുടർച്ചയായ 4ാം വർഷവും 78 പോയിന്റോടുകൂടി മലപ്പുറത്തിന്റെ ഐഡിയൽ കടകശ്ശേരി ചാമ്പ്യന്മാരായി. 13 കുട്ടികളുമായി മത്സരിക്കാനെത്തിയ VMHS വടവന്നൂർ 58 പോയിന്റ് നേടി 2ാമതെത്തി. അടുത്ത സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കണ്ണൂർ വേദിയാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയകിരീടം ചൂടി തിരുവനന്തപുരം. കായികമേളയുടെ ചരിത്രത്തിലാദ്യമായി ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ഗവർണറിൽ നിന്ന് ഇത്തവണ തിരുവനന്തപുരം ഏറ്റുവാങ്ങി. സമാപന സമ്മേളനത്തിന്റെ വേദിയായ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ദേവികാചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഒക്ടോബർ 22 മുതൽ തുടങ്ങിയ കായിക മാമാങ്കത്തിനൊടുവിൽ അനന്തപുരി കപ്പടിച്ചിരിക്കുകയാണ്. ഇതാണ് 117 പവന്റെ സ്വർണ്ണക്കപ്പ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
ചരിത്ര നേട്ടമാണ് തിരുവനന്തപുരം കരസ്ഥമാക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കപ്പ് ആദ്യമായി ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ലയ്ക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും തിരുവനന്തപുരം ജില്ലയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. അടുത്ത കണ്ണൂരിലേക്ക് പോയി ഹാട്രിക് കിരീടം തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ ഇപ്പോഴേ തുടങ്ങുകയാണ്. ഇത്തവണ ആതിഥേയത്വം നമ്മളായിരുന്നു, നമ്മൾ തന്നെ കപ്പടിച്ചു. അടുത്ത തവണ കണ്ണൂരിലാണ്. കണ്ണൂരിനെ ഇനി ഒന്നും മാറണമെങ്കിൽ പാടുപെടും. അത് തന്നെയാണ് പറയാനുള്ളത്. കുട്ടികളും ആവേശത്തിലാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. നമുക്കറിയാം ഇൻക്ലൂസീവ് സ്പോർട്സ് ഇനങ്ങൾ ഉൾപ്പെടെ അനവധി സർപ്രൈസുകൾ കാത്തുവച്ച കായിക മാമാങ്കമായിരുന്നു. തിരുവനന്തപുരത്തിന്റെ ആഹ്ലാദമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്യാമറമാൻ സുരേഷിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ കായികമേളയിലെ പ്രായത്തട്ടിപ്പിൽ വകുപ്പുതല നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മേളയിൽ സ്വർണം നേടുന്ന അർഹരായ 50 വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മേളയിൽ ഉത്തേജക മരുന്ന് പരിശോധനയ്ക്കുള്ള സംവിധാനം ഏർപ്പെടുത്തിയെങ്കിലും പരിശോധന നടത്താനുള്ള ഏജൻസി എത്തിയില്ല എന്ന് മന്ത്രി പറഞ്ഞു. മേളയിൽ സ്വർണം നേടുന്ന അർഹരായ കായിക താരങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. 50 പേർക്കാണ് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതിന് ചില നോംസ് ഉണ്ടാക്കണം, അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ മേളയിൽ വന്നപ്പോൾ അവരെല്ലാം ഈ വീടില്ലാത്തവർക്കുള്ള സ്കീമുകളിലൊക്കെ തന്നെ അംഗങ്ങളാണ്. പക്ഷേ അവിടെയെല്ലാം ഒരു സീനിയോറിറ്റിയുടെ പ്രശ്നമൊക്കെ വരുമല്ലോ. അപ്പോൾ നിരവധി കുട്ടികൾ വന്ന് ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് പരിശോധിച്ച് ചില വസ്തുത ഉണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഞാൻ ഒരു നെഗറ്റീവായിട്ട് പറയുന്നില്ല. സ്കൂൾ പ്രിൻസിപ്പൽമാരും HMമാരും കുറച്ചുകൂടെ ഗൗരവത്തോടു കൂടി ഈ കായിക താരങ്ങളെ കാണണം. സ്പെയിനിൽ നടന്ന ഇന്റർനാഷണൽ മോട്ടോ സ്റ്റുഡന്റ് 2025 ഏഷ്യൻ വിജയികളായി അമൃത യൂണിവേഴ്സിറ്റി. ഫ്യൂവൽ വിഭാഗത്തിലെ ബെസ്റ്റ് റൂക്കി ടീം അവാർഡാണ് അമൃത സർവകലാശാല കോയമ്പത്തൂർ ക്യാമ്പസിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം കരസ്ഥമാക്കിയത്. ലോക റാങ്കിങ്ങിൽ 14ാം സ്ഥാനവും ടീം സ്വന്തമാക്കി. സ്പെയിനിലെ മോട്ടോർലാൻഡ് അരഗോണിൽ നടന്ന മോട്ടോ സ്റ്റുഡന്റ് ഇന്റർനാഷണൽ മത്സരത്തിലാണ് അമൃത സർവകലാശാല കോയമ്പത്തൂർ ക്യാമ്പസിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം ടീമായ മോട്ടോ അമൃത ഏഷ്യൻ ചാമ്പ്യന്മാരായത്. ഫ്യൂവൽ വിഭാഗത്തിലെ ബെസ്റ്റ് റൂക്കി ടീം അവാർഡാണ് ടീം കരസ്ഥമാക്കിയത്. 8ാം പതിപ്പിലേക്ക് കടന്ന മോട്ടോ സ്റ്റുഡന്റ് ലോകത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റി തല മോട്ടോർ സ്പോർട്സ് മത്സരങ്ങളിൽ ഒന്നാണ്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള 86 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. എഞ്ചിനീയറിംഗ് മികവ്, സുസ്ഥിരത, നൂതനത്വം എന്നിവ സംയോജിപ്പിച്ച് ഇലക്ട്രിക് ഫ്യൂവൽ സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന പ്രോട്ടോടൈപ്പ് മോട്ടോർ സൈക്കിളുകൾ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ഓടിക്കുകയും ചെയ്യുന്ന മത്സരമാണിത്. നൂതനത്വം, രൂപകൽപ്പന, പ്രോജക്ട് നിർവഹണം എന്നിവ വിലയിരുത്തുന്ന MS1 ഘട്ടത്തിൽ മോട്ടോ അമൃത ടീം ലോക റാങ്കിങ്ങിൽ 14ാം സ്ഥാനമെന്ന ശ്രദ്ധേയമായ നേട്ടവും കൈവരിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തെ പഠനവും പ്രയത്നവുമാണ് വലിയ വിജയത്തിന് പിറകിലെന്ന് മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. Our journey was filled with passion and commitment, and interacting with teams from all over the world from various countries had opened our eye and enlightened in how a team should properly function, and we had grown together as a team throughout the years. ഒരു രാജ്യാന്തര മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ആത്മവിശ്വാസവും ധൈര്യവുമാണ് വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചതെന്ന് അമൃത വിശ്വവിദ്യാപീഠത്തിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ M. ശിവനേശൻ പറഞ്ഞു. Basically, by participating in this kind of competition helps the students very much in terms of their placement, their career growth, everything. അമൃതയെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികളായ ശ്രീഹരീഷ് R, രാഘവ് പളനികുമാർ S, അരുൺ വിജയ് AR, PL അശ്വന്ത്, മിഥുൻ KR, മഹാലക്ഷ്മി M എന്നിവരാണ് മത്സരത്തിനിറങ്ങിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.